ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂലൈ 4. ആൾദൈവ വ്യവസായത്തിലെ വിശുദ്ധ നരകങ്ങൾ. ആഗോളവൽകൃത കാലത്ത് മനുഷ്യർ നേരിടുന്ന ഭൗതികമായ തിരിച്ചടികൾക്കും ദുരിതങ്ങൾക്കുമുള്ള മറുമരുന്ന് ആൾദൈവങ്ങളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ജനലക്ഷങ്ങളാണ് പലപ്പോഴും ഭക്തി വ്യവസായത്തിൻ്റെ നടത്തിപ്പുകാരുടെ ഇരകൾ. ഇന്ത്യയിലെ എണ്ണിയാൽ തീരാത്ത അത്രയും ആൾദൈവങ്ങൾ ഈ പാവം മനുഷ്യരുടെ നിസ്സഹായതയും അജ്ഞതയും ചൂഷണം ചെയ്താണ് ശതകോടികളുടെ അധിപരായി മാറുന്നത്. യു.പിയിലെ മനുഷ്യദൈവങ്ങളിൽ പ്രമുഖനായ നാരായൺ സാക്കർ ഹരി എന്ന ഭോലെ ബാബയുടെ ഹാദ്രസിലെ പ്രഭാഷണത്തിനിടെയുണ്ടായ ദുരന്തത്തെ ഒരർത്ഥത്തിലും ഒരു കൈത്തെറ്റെന്നോ കൈയബദ്ധമെന്നോ വിശേഷിപ്പിക്കാനാകില്ല. സുരക്ഷയെ അല്ലെങ്കിൽ മനുഷ്യജീവന്റെ മൂല്യത്തെ തന്നെ ക്രൂരമായി അവഗണിച്ചതിൻ്റെ അനിവാര്യമായ പരിണിതിയാണ് ഹാദ്രസിലെ സത്സംഗ് വേദിയിലെ ദുരന്തം. അവിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ ദാരുണമായി മരിക്കാനും നൂറുകണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാനും ഇടയാക്കിയ സംഭവം നിരവധി ചിന്തകളിലേക്ക് വാതിൽ തുറക്കുന്നുണ്ട്. 1.5 ലക്ഷത്തോളം പേർ ഒത്തുചേരുന്ന പ്രഭാഷണ പരിപാടിയുടെ സംഘാടകരായ മാനവ് മംഗൽ മിലൻ സദ്ഭാവന സമാഗം സമിതി സുരക്ഷ അവഗണിച്ചതിൻ്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് തീരാ നോവിലേക്ക് എടുത്തെറിയപ്പെട്ടത്. ഭോലെ ബാബയുടെ ചൊവ്വാഴ്ചത്തെ സത്സംഗിൽ എത്ര ആളുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അധികൃതരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നാണ് യു.പിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 20,000-ലേറെ പേർ പങ്കെടുക്കുന്ന ചടങ്ങിൽ അനിവാര്യമായ സുരക്ഷാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ മാർഗമില്ലാത്തതിനാൽ ആളുകൾ പുറത്തേക്ക് കടക്കാൻ വ്യഗ്രത കാട്ടി. പലരും പരിഭ്രാന്തരായി വീണു. അവരുടെ ശരീരത്തിൽ ചവിട്ടി പുറത്തു കടക്കാൻ ശ്രമിച്ചവരും നിലം പതിച്ചു. പന്തലിലേക്ക് കയറാനും ഇറങ്ങാനും ഏക വഴിയിലൂടെ പുറത്തു കടക്കാനുള്ള ശ്രമത്തിൽ ആളുകളുടെ വീഴ്ച. ഓടയുടെ മുകളിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ നടപ്പാത തകർന്നു. അതിലേക്കും ആൾക്കാർ അട്ടിയായി വീണു. ആ മൈതാനം ശവക്കൂനയായി മാറാൻ ഇതെല്ലാമായിരുന്നു കാരണം. ഭയത്തിൽ നിലതെറ്റിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാതെ എണ്ണത്തിൽ കുറഞ്ഞ പോലീസ് നിസ്സഹായരായി. ഒരു ആംബുലൻസ് പോലും പ്രദേശത്ത് വിന്യസിക്കപ്പെട്ടിരുന്നില്ല എന്നത് ഉത്തർപ്രദേശിലെ ഭരണ സംവിധാനത്തിൻ്റെ ദയനീയ പരാജയം വരച്ചു കാട്ടുന്നു. ആശുപത്രികൾക്ക് മുന്നിലെ രംഗം അതിലും ഭയാനകമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഗുരുതരമായി പരിക്കേറ്റ് മരണാസന്നരായവർക്ക് പോലും അടിയന്തര ശുശ്രൂഷ നൽകുന്നതിൽ യു.പി സർക്കാർ അമ്പെ പരാജയപ്പെട്ടു. മുമ്പൊരിക്കൽ കേരളത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്ന യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം യു.പിയെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ ഈ ദുരന്തവുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ദുരന്തമുഖത്ത് നിന്ന് ആത്മീയാചാര്യൻ ഭോലേനാഥ് അനുയായികൾക്കൊപ്പം സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടു. ഇയാൾ രക്ഷപ്പെട്ടതാണോ യു.പി സർക്കാർ ഇടപെട്ട് ഇയാളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതാണോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ കപടഭക്തി വ്യവസായിക്കെതിരെ കർക്കശമായ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തേ തീരൂ. വർഗീയവും ജാതീയവുമായ ഏകോപനങ്ങൾ കോർപ്പറേറ്റീവ്സുമായി സന്ധിച്ചു വരുന്നതിൻ്റെ ഫലമായാണ് ഭോലെ ബാബയെ പോലുള്ള കപട നേതാക്കൾ ഇന്ത്യൻ സമൂഹത്തിൽ തടിച്ചു കൊഴുക്കുന്നത്. ഗാഢാശ്ലേഷവും ശ്വസനക്രിയയും കൂടാതെ രോഗശാന്തി ചരടും ധനാകർഷണ യന്ത്രവും ഐശ്വര്യലബ്ധിക്കുള്ള ശംഖും ശത്രു സംഹാര ഏലസും പോലുള്ള ദിവ്യാത്ഭുത യന്ത്രങ്ങളുമടക്കം എന്തെല്ലാം വിദ്യകൾ പ്രയോഗിച്ചാണ് മനുഷ്യരെ കപടഭക്തിയുടെ ലോകത്തിലേക്ക് ആൾദൈവങ്ങൾ ആനയിക്കുന്നത്. ആഗോളവൽക്കരണം ശക്തമാകുന്നതോടെ ശാസ്ത്രീയതയും ആധുനികതയും മതനിരപേക്ഷതയും എല്ലാം ശക്തിപ്പെടുമെന്ന് വിശ്വസിച്ച ചിലരുണ്ട്. എന്നാൽ ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യകൾ അന്ധവിശ്വാസത്തിൻ്റെയും കപടഭക്തിയുടെയും പ്രചാരണത്തിന് ഉപയോഗിക്കപ്പെടുന്നത് ദുഃഖത്തോടെ കാണാനാകൂ. ഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് കപട ആത്മീയതയുടെ മായാലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കപടഭക്തി കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ അവബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ശാസ്ത്രാവബോധവും യുക്തിചിന്തയും പ്രചരിപ്പിക്കാതെ ഈ ലക്ഷ്യം സാധ്യമാകില്ല തന്നെ.